അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മക്കൾക്ക് പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങള് അല്ലെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും എന്ന് സാധ്യതയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ കാണണം, കോണ്ടന്റ് വീഡിയോസും ഷോർട്സും ഒക്കെ കാണണം കേട്ടോ. പരീക്ഷ അടിപൊളിയായി എഴുതണം. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്: പരീക്ഷയെ നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടണം. താരതമ്യക്കുറിപ്പ് ഒരു മുൻവർഷ ചോദ്യമാണേ. അത് ഈ ചോദ്യമാണ് എന്ന് കാണിക്കാനാണ് ടീച്ചർ ഇതിവിടെ കട്ട് ചെയ്ത് വെച്ചത്. ചോദ്യം കൃത്യമായിട്ട് ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ. എന്റെ മുടി മെല്ലെ കൊഴിഞ്ഞു തുടങ്ങി. പതുക്കെ പതുക്കെ ഞാൻ പൂർണ്ണമായും മൊട്ടയായി. സ്വന്തം ശരീരം ഉടഞ്ഞു പോകുന്നത് സ്വയം അറിയുമ്പോൾ ഞാൻ ഉള്ളാലെ പിടഞ്ഞു. എത്രയൊക്കെ ചിരിക്കാനും ചിരിപ്പിക്കാനും ശ്രമിച്ചിട്ടും അതിനൊക്കെ മുകളിൽ കരച്ചിലിന്റെ മേഘങ്ങൾ കനത്തു നിന്നു. ഇന്നസെന്റിന്റെ ഈ മാനസികാവസ്ഥയും ക്യാൻസർ വാർഡിലെ ചിരി എന്ന പാഠഭാഗത്തെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത് അല്ലെ. ഇന്നസെന്റിന്റെ മാനസികാവസ്ഥയും പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമുണ്ട് ക്യാൻസർ വാർഡിലെ ചിരി. അതിൽ എന്തായിരുന്നു പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, കൃത്യമായിട്ട് അറിയാം. നമുക്ക് അതെങ്ങനെയാണ് ഒരു താരതമ്യക്കുറിപ്പ്. ഇദ്ദേഹത്തിന് ഇവിടെ ഒരു സങ്കടമാണ് കാണുന്നത്, പക്ഷെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ക്യാൻസറിനെ നേരിട്ട കഥയും നമുക്ക് ആ ഒരു പാഠഭാഗത്തിലൂടെ മനസ്സിലായിട്ടുണ്ട് അല്ലെ. ഇന്നസെന്റിന്റെ മാനസികാവസ്ഥ, മുടി കൊഴിഞ്ഞ് ശരീരം തകരുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നസെന്റ് എത്തിച്ചേരുന്നത്. അതിന്റെ അർത്ഥം മരണത്തിന്റെ പിടിവാതിൽക്കൽ വളരെ അടുത്തെത്തി എന്നാണ് അല്ലെ. മരണത്തിന്റെ പടിവാതിൽക്കൽ വളരെ അടുത്തെത്തി നിൽക്കുകയാണ് എന്നാണ്. മരണം അടുത്തെത്തുമ്പോൾ ചിരിക്കാനോ ചിരിപ്പിക്കാനോ ആർക്കും സാധിക്കില്ല. സ്വന്തം ജീവിതം അവസാനിക്കുമെന്ന ദുഃഖകരമായ സത്യം അപ്പോൾ മനസ്സിനുള്ളിൽ കരച്ചിലും വേർപാടിന്റെ ദുഃഖവും മാത്രമായിരിക്കും. ആ അവസ്ഥയാണ് ആദ്യത്തെ വായന ഭാഗത്ത് തന്നിരിക്കുന്നത് അല്ലെ. ആദ്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അതാണ്. അദ്ദേഹത്തിന് വിഷമാകാണ്, താൻ മരണത്തിനോട് അടുക്കുകയാണ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ വിഷമാകാണ്. ആ സമയത്ത് ആരെയും ചിരിപ്പിക്കാനോ ചിന്തിപ്പിക്കാനോ ഒന്നും കഴിയില്ല എന്നാണ് ആദ്യം അദ്ദേഹം പറയുന്നത്. ഇനി പാഠഭാഗം അല്ലെ. മരണം ഉടനെ എത്തുമെന്ന് കുറച്ചു മാസങ്ങൾക്ക് ശേഷം എത്തുമെന്ന് ഇന്നസെന്റിന് മനസ്സിലാവുകയാണ്. അതൊന്നും ഇങ്ങനെ വിശദീകരിച്ച് എഴുതണമെന്നില്ല മക്കള്, കുറച്ചു പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ മനസ്സിനെ ധൈര്യപ്പെടുത്താനായി, ദുഃഖത്തിന്റെ പിടുത്തലിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനായി തമാശയും ഫലിതവും ചിന്തകളിൽ നിറയ്ക്കുക. അതാണ് ഈ പാഠഭാഗത്ത് ഇന്നസെന്റ് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. രണ്ടവസ്ഥകളും താരതമ്യം ചെയ്താൽ ഒരു ഭാഗത്ത് മരണമെന്ന ദുഃഖം അല്ലെ, ഒരു ഭാഗത്ത് മരണമെന്ന ദുഃഖം ഫലിതത്തിലൂടെ അല്ലെ, ഒരു ദുഃഖം ഫലിതത്തിലൂടെ മറന്ന് എന്താ ചെയ്യുന്നത്? ഫലിതത്തിലൂടെ മറന്ന് സ്വയം മനസ്സിനെ ശക്തിപ്പെടുത്തി ആയുസ് നീട്ടാൻ ശ്രമിക്കുന്ന ഇന്നസെന്റിനെ കാണാം. ഒരു നല്ല ചിന്തയാണത്. എന്നാൽ രോഗാവസ്ഥ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ, മുടി കൊഴിഞ്ഞ ശരീരം തകരുന്ന ഘട്ടത്തിൽ ഇന്നസെന്റിന്റെ മാനസിക ധൈര്യം ചോർന്നു പോകുന്നതായി കാണാം. മനസ്സിലെ ദുഃഖം, മരണഭയം ഫലിതവും ചിരിയും തല്ലിക്കെടുത്തുന്നു. എത്ര ശക്തമായ മനസ്സായാലും മരണമെന്ന ഭയം ഇന്നസെന്റിനെയും കീഴടക്കുന്നതായാണ് നമുക്ക് ഈ ഭാഗങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ. ഇതാണ് ഇന്നസെന്റിന്റെ ആ ഒരു പാഠം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് അല്ലെ. നമുക്കൊരു ആത്മധൈര്യം തരുന്നതാണ് അദ്ദേഹത്തിന്റെ ചിന്തയും പ്രവൃത്തിയും എല്ലാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.